എൻ്റെ ഇടവകയിലെ കാറ്റീസം ഡിപ്പാർട്ട്മെൻറ്റ് ക്രിസ്മസ് സെലിബ്രേഷൻ നടന്നപ്പോൾ ക്രിസ്മസ് ഫ്രണ്ടിന് ഗിഫ്റ്റ് കൈമാറുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. ഞാനൊരു 200 രൂപ വിലയുള്ളൊരു ഗിഫ്റ്റൊക്കെ പോയി ഞാൻ കൊണ്ടുപോയത്. എനിക്കും ഒരു ഗിഫ്റ്റ് കിട്ടി. ഒരു ടീച്ചർ ഗിഫ്റ്റ് തന്നു. ഒരു ചെറിയ ബോക്സ്, അതിങ്ങനെ ഗിൽറ്റ് പേപ്പറിലൊക്കെ പൊതിഞ്ഞ് വെച്ചാണ്. പരിപാടി കഴിഞ്ഞിട്ട് ഞാൻ തുറന്നു നോക്കിയില്ല. വൈകുന്നേരം ഇപ്പോഴാണ് ഇതെന്താണെന്നറിയാൻ വേണ്ടി തുറന്നു നോക്കിയത്. തുറന്നു നോക്കിയപ്പോൾ ഹോളി ലാൻഡ് കമ്പനിയുടെ ഒരു പ്രൊഫഷണൽ കോർഡ്ലെസ് മൈക്ക്. നല്ല വിലയുള്ള മൈക്കാണ്. എനിക്ക് സർപ്രൈസായിപ്പോയി. വേറെ ഒന്നുമല്ല, ഈ സ്വകാര്യം റെക്കോർഡ് ചെയ്യാൻ വേണ്ടി കുറച്ചും കൂടി പ്രൊഫഷണൽ മൈക്ക് വേണമെന്ന് വാങ്ങിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. അത് അന്വേഷിക്കുകയും ചെയ്തപ്പോൾ ഹോളി ലാൻഡ് നല്ല മൈക്കാണ്, പക്ഷെ അതിൻ്റെ വില കണ്ടപ്പോൾ അത് വേണ്ടെന്ന് വെച്ചു. ഞാൻ വാങ്ങിക്കണമെന്ന് വിചാരിച്ചിരുന്നു. അതെനിക്ക് ദൈവം കൊണ്ടുവന്ന് തരുകയാണ്. ഇതെൻ്റെ ലൈഫിലൊരു ഒറ്റപ്പെട്ട ഇൻസിഡൻ്റ് ഒന്നുമല്ല. പല സമയത്തും പല കാര്യങ്ങളെക്കുറിച്ചും കിട്ടിയാൽ കൊള്ളാമെന്ന് വിചാരിക്കും, അത് ദൈവം കൊണ്ടുവന്ന് തരും. ഇന്നത്തെ ഗോസ്പലിൽ നമ്മളതാ കാണുന്നത്. 12 വർഷത്തോളം രക്തസ്രാവം എന്ന അസുഖമായിട്ട് കഷ്ടപ്പെടുന്നൊരു സ്ത്രീ. അവൾ ഈശോനെക്കുറിച്ച് കേട്ടിരുന്നു എന്നാണ് പറയുക. അപ്പോൾ അവൾ കർത്താവിൻ്റെ വസ്ത്രത്തിൽ തൊട്ടാൽ മാത്രം മതി താൻ സുഖപ്പെടുമെന്ന് അവൾ വിചാരിച്ചിരുന്നു. അങ്ങനെ ഗോസ്പൽ പറഞ്ഞു. അവൾ വിചാരിച്ചിരുന്നു, അവൾ വിശ്വസിച്ചിരുന്നു, അവൾ പ്രാർത്ഥിച്ചിരുന്നു, ഒന്നും പറയുന്നില്ല. അവൾ വിചാരിച്ചിരുന്നു. അവൾ വെറുതെ അതിനെക്കുറിച്ച് ചിന്തിച്ചേ ഉള്ളൂ, വിചാരം ഉണ്ടായുള്ളൂ. ദൈവം അതറിയാണ്, അവളെ സുഖപ്പെടുത്തുകയാണ്. നമ്മളൊന്ന് വിചാരിച്ചാൽ മതിയെന്നേ. ദൈവം അത് അറിയുന്നുണ്ട്. ദൈവം നമുക്ക് നൽകും. വിചാരം പ്രാർത്ഥനയാണ്. ഒരു ഡെലിവറി ആപ്പ് ഉണ്ടല്ലോ, ബ്ലിങ്കിറ്റ് എന്ന് പറഞ്ഞിട്ട്. ഇതുപോലെ ദൈവത്തിൻ്റെ ഒരു ഡെലിവറി ആപ്പ് ഉണ്ട്, തിങ്കിറ്റ്.